താൻ ആ വിഷയത്തിൽ തന്നെ നിൽക്കല്ലേ? എടോ, കഴിഞ്ഞ ദിവസം താൻ എന്നെ കുറെ ഉപദേശിച്ചല്ലോ. ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസില്, വീട്ടിലെത്തിയാൽ വീട്ടിലെ കാര്യങ്ങൾ എന്നൊക്കെ അല്ലേ? എടോ, എല്ലാം പറയാൻ എല്ലാവർക്കും പറ്റും, പ്രവൃത്തിയിൽ കൊണ്ടുവരാനാ പാട്. ഞാൻ കേട്ടു മോഹനേട്ടാ, ലോണിന്റെ കാര്യല്ലേ? വീട് പണയപ്പെടുത്താം. അതിന് അമ്മായി സമ്മതിക്കോ? അമ്മയ്ക്ക് ഒരു എതിർപ്പും ഉണ്ടാവില്ല. ഞാനൊന്ന് നന്നായി കാണാൻ അമ്മ കഴിപ്പിച്ച വഴിപാടുകളൊക്കെ വെച്ച് നോക്കുമ്പോ വീട് പണയം വെക്കാനല്ല, വിൽക്കാൻ വരെ അമ്മ സമ്മതിക്കും. എന്നാ ഞാൻ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. താൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക. അതെ, വിശന്ന് കുടല് കരിയ. ചേച്ചിയുടെ കാര്യമൊക്കെ പിന്നെ ചിന്തിക്കാം. May I come in, sir? Yes. Good morning. ഇരിക്കെ. Thank you. ഇന്നോട്ട് കയറാമെന്ന് വിചാരിക്കുന്ന. എന്നാ ഞാൻ അങ്ങോട്ട്. മോഹൻ, ആരായി സീമ? ചോദിച്ച കേട്ടില്ലേ സീമ ആരാണെന്ന്? സീമ? ഏത് സീമയുടെ കാര്യം പറയുന്നത്? ഏതൊക്കെ സീമയെ മോഹൻ അറിയാം? മോഹനി കാണിച്ചത് അതും എന്നോട് ചീപ്പായിപ്പോയി. മോഹനെ പോലൊരു ആളിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ. വേണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട. അരുണയുടെ ബന്ധുവായിട്ടല്ല, എന്റെ സുഹൃത്തായിട്ടാ ഞാൻ മോഹനെ കരുതിയിരുന്നത്. അങ്ങനെയല്ലെന്ന് എപ്പോഴെങ്കിലും മോഹന് തോന്നിയിട്ടുണ്ടോ? അതില്ല. പിന്നെ എന്തുകൊണ്ട് ഇതെന്നോട് ചെയ്തു? അത് ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ഉരുകിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയോ? അപമാനം കൊണ്ട്, ലജ്ജ കൊണ്ട്. എടോ, തനിക്കൊരു ബാങ്ക് ഗ്യാരണ്ടി വേണമെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ? സ്വന്തം വീടിന്റെ ആധാരം പൊക്കി പിടിച്ചോണ്ട് ബാങ്കിലേക്ക് പോണോ? ദേ ജയപാലിന്റെ ഒരു ഒറ്റ കോൾ, താൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്നുള്ള ഒറ്റ പരാമർശം മതി. അത് മതി മോഹൻ ആവശ്യപ്പെട്ട തുക മുഴുവൻ സിംഗിൾ പേയ്മെന്റ് ആയിട്ട് കിട്ടാൻ. പക്ഷെ ഒന്നും എന്നെ അറിയിക്കില്ലല്ലോ. ദുരഭിമാനമല്ലേ? ആയിക്കോ, പക്ഷെ തിരിച്ചു അത് അങ്ങനെ തന്നെ ആയിരിക്കുന്നു മാത്രം. അല്ല, ബാങ്ക് മാനേജര് അയാള് വേറെന്തെങ്കിലും പറഞ്ഞോ? വേറെന്ത് പറയാൻ? പിന്നെ ഈ സീമ. അത് തന്നെ എനിക്കും അറിയേണ്ടത്. ആരായി സീമ? മോഹൻ തുടങ്ങാൻ പോകുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിന് പേരിടാൻ മാത്രം അടുപ്പമുള്ള ഏത് സീമയാ മോഹന്റെ ജീവിതത്തിൽ?